അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റ് ഡീൽ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ പേര് ചോദിക്കണം, ഏജ്, അഡ്രസ്സൊക്കെ ചോദിക്കണം, ബയോഡാറ്റ എടുക്കണം. അതിന് മുന്നേ നമ്മൾ കൺസെൻറ്റ് ചോദിക്കണം. കൺസെൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പേഷ്യൻ്റെ ബോഡിയിൽ എന്ത് ചെയ്യുകയാണെങ്കിലും കൺസെൻറ്റ് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അടുത്തത് നോക്കാൻ പോകുന്നത് ജനറൽ എക്സാമിനേഷനാണ്. ജനറൽ എക്സാമിനേഷൻ പിന്നെ ബയോഡാറ്റയ്ക്ക് ശേഷം നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ എക്സാമിനേഷനാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ എക്സാമിനേഷനിൽ നമ്മൾ ആദ്യം അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ എക്സാമിനേഷൻ ചെയ്യണം. അതിലാദ്യം നമ്മൾ നേസിൽ സൈഡ് നോക്കണം. നേസിൽ റീജിയനിൽ എന്തെങ്കിലും കഞ്ചഷനോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്തെങ്കിലും നോക്കണം. പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമ്മൾ ഓറൽ മ്യൂക്കോസ് നോക്കണം, വാം തുറക്കുമോ. ടോട്ടൽ ഫാരിങ്സിലോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസിലോ നോക്കണം, നോർമലാണ്. അടുത്തത് എക്സാമിനേഷൻ ഓഫ് ദി ചെസ്റ്റാണ്. എക്സാമിനേഷൻ ഓഫ് ദി ചെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ. ഇൻസ്പെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേഷ്യൻറ്റിനെ തൊടാൻ പാടില്ല, പേഷ്യൻറ്റിനായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല, നമ്മൾ നോക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പം താങ്കൾ ഷർട്ടൊന്നും വരും. ഇൻസ്പെക്ഷനിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ ട്രക്കിയാണ്. ട്രക്കിയുടെ പൊസിഷൻ ട്രക്കിയുടെ നോർമലാണ്, നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, സെൻട്രലാണ്. ചിലപ്പം റൈറ്റ് സൈഡ് ഡീവിയേഷൻ ഉണ്ടാകും, അത് നോർമലാണ്. പിന്നെ നമ്മൾ ഫോം ആൻഡ് ഷേപ്പ് ഓഫ് ചെസ്റ്റിൻ്റെ ഷേപ്പ് നോർമലാണോ, സിമെട്രി ഉണ്ടോ എന്ന് നോക്കണം. ചെസ്റ്റ് സിമെട്രിക്കലാണ്, നോർമലാണ്, ബൾജോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഒന്നും കാണുന്നില്ല. ഇത് മൂവ്മെൻറ്റ് ഓഫ് ദ ചെസ്റ്റ് വാളാണ് നോക്കേണ്ടത്. മൂവ്മെൻറ്റ് ഓഫ് ദ ചെസ്റ്റ് വാളിൽ പേഷ്യൻ്റ് ശ്വാസം വലിക്കുമ്പോൾ മൂവ്മെൻറ്റ് നോർമലാണോ എന്ന് നോക്കണം, എന്നുവെച്ചാൽ 2 സൈഡിലും ഈക്വൽ ആണോ എന്ന്. ഇത് പാൽപേഷനാണ്. പാൽപേഷൻ നമ്മൾ നോക്കേണ്ടത് ട്രക്കിയ സെൻട്രലാണെന്നാണ്. ട്രക്കിയ സെൻട്രലാണെന്ന് നോക്കാൻ നമ്മളുടെ റിംഗ് ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും സ്റ്റെർണോ ക്ലാവിക്കുലർ ജോയിനിൽ വെക്കുക. എന്നിട്ട് മിഡിൽ ഫിംഗർ കൊണ്ട് കാർട്ടിലേജിൽ നിന്ന് താഴോട്ട് മെല്ലെ പാൽപ്പേറ്റ് ചെയ്യുക. അപ്പം ട്രക്കിയുടെ സെൻട്രലായിട്ടാണ് കാണുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന അപ്പെക്സ് ബീറ്റാണ്. അപ്പെക്സ് ബീറ്റിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം. അപ്പെക്സ് ബീറ്റ് ഇസ് ദ ലോവർ മോസ്റ്റ് ആൻഡ് ഔട്ടർ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ പ്രീകോഡിയം വേർ കാർഡിയക് ഇമ്പൾസ് ഇസ് സീൻ ഓർ ഫെൽറ്റ്. അപ്പോൾ അപ്പെക്സ് ബീറ്റ് നോക്കാൻ ആദ്യം നമ്മൾ പാം യൂസ് ചെയ്യണം. പാം യൂസ് ചെയ്തിട്ട് നമ്മൾ മാനുലർ റീജിയനിലാവും മിക്കവാറും അപ്പെക്സ് ബീറ്റ്. അപ്പെക്സ് ബീറ്റിൻ്റെ പൊസിഷൻ അറിയാലോ, 5th ഇന്റർകോസ്റ്റൽ സ്പേസിന് മിഡ് ക്ലാവിക്കുലർ ലൈനിൽ മീഡിയൽ ടു ഇഞ്ച് മീഡിയൽ. അപ്പം നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പം പാം വെച്ച് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അൾനാർ ബോർഡർ വെച്ച് യൂസ് ചെയ്യണം. കൈ ഒന്ന് പൊന്തിച്ച് അപ്പോൾ അൾനാർ ബോർഡർ വെച്ചതിന് ശേഷം ഇൻഡെക്സ് ഫിംഗർ വെച്ച് പോയിൻ്റ് ഔട്ട് ചെയ്യണം. അപ്പെക്സ് ബീറ്റ് 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ ഫെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റേർണൽ ആംഗിളിന് നേരെ 2nd ഇന്റർകോസ്റ്റൽ സ്പേസ് ഉണ്ടാവും. ഇത് എക്സാമിനർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. 2nd ഇന്റർകോസ്റ്റൽ സ്പേസ് ഉണ്ടാവും. 2nd ഇന്റർകോസ്റ്റൽ സ്പേസിൽ നിന്ന് നമുക്ക് എണ്ണി പോവാം. 5th ഇന്റർകോസ്റ്റൽ സ്പേസിലായിട്ട് തന്നെയാണ് നേരത്തെ നമുക്ക് കിട്ടിയ പോയിന്റ്. നോക്കാൻ പോകുന്നത് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ചെസ്റ്റാണ്. മൂവ്മെൻറ്റ്സ് ഓഫ് ദ ചെസ്റ്റിന് നമ്മൾ ആദ്യം 2 പാംസും ഇവിടെ വെക്കണം. ഒന്ന് ഇൻസ്പയർ ചെയ്തേ, നല്ല ഇൻസ്പയർ. ഇപ്പം നമ്മളുടെ തമ്പ് മിഡ് ലൈനിൽ തട്ടി നിൽക്കുന്ന തമ്പ് ഈക്വലിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വലി മൂവ് ചെയ്യുമ്പോൾ 2 ചെസ്റ്റ് സൈഡിനും പ്രശ്നമില്ല. ഇനി ഫ്രണ്ട് ചെയ്തതിനു ശേഷം ബാക്ക് ചെയ്യണം. അടുത്തത് നമ്മൾ ഇവിടെ കൈ വെക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇൻസ്പയർ ചെയ്തേ, ഒന്നുകൂടെ ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്തേ. ഇവിടെ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അത് ഈക്വലാണ്. അപ്പോൾ ഈക്വലാണെങ്കിൽ അതിൽ വേറെ പത്തോളജി ഒന്നുമില്ല. അടുത്തത് നമ്മൾ താഴത്തെ റീജിയനിലാണ്. ഒന്ന് ഇൻസ്പയർ ചെയ്തേ, ഈക്വലായിട്ടാണ് മൂവ്മെൻറ്റ്. എക്സ്പയർ മൂവ്മെൻറ്റ് ഈക്വലാണ്. അടുത്തായിട്ട് നമ്മൾ ചെസ്റ്റ് എക്സ്പാൻഷനാണ് നോക്കുന്നത്. ചെസ്റ്റ് എക്സ്പാൻഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് നിപ്പിൾ ഏരിയയിൽ വേണം വെക്കാൻ. സാധാരണ വെക്കുമ്പം അല്ലെങ്കിൽ നിപ്പിൾ ഏരിയയിലോ അല്ലെങ്കിൽ ബോണി പ്രൊവിൻസിലോ വേണം നോക്കാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ബോണി പ്രൊവിൻസ് ഏതാണെന്ന് ചോദിച്ചാൽ T7 വെർട്ടിബ്രേ എന്ന് പറയാം. ഇൻസ്പയർ ചെയ്ത് എക്സ്പയർ നോർമലി 5 to 8 സെൻറ്റിമീറ്റേഴ്സാണ് ചെസ്റ്റ് എക്സ്പാൻഷൻ വരിക. റെസ്പിറേറ്ററി റേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ പാം അബ്ഡമനിൽ വെക്കണം. ഇത് പേഷ്യൻ്റ് അറിയില്ല നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പൾസ് നോക്കുന്ന പോലെ കാണിക്കണം. എന്നിട്ട് ഇവിടെ പൾസിലേക്ക് വേണം നോക്കാൻ. എന്നിട്ട് പക്ഷേ നമ്മളുടെ അറ്റൻഷൻ ഇവിടേക്കാണ് വരേണ്ടത്. എന്നിട്ട് എത്ര മൂവ്മെൻ്റ് ഉണ്ടെന്ന് നോക്കണം. ഇത് 1 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നോക്കണം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വോക്കൽ ഫെമിറ്റസ് ആണ്. വോക്കൽ ഫെമിറ്റസ് നോക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ അൾനാർ ബോർഡറാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വോക്കൽ ഫെമിറ്റസ് നോക്കാൻ പോവുകയാണ്. അപ്പം അൾനാർ ബോർഡർ വെച്ചിട്ട് ആദ്യം സൂപ്പറാ ക്ലാവിക്കുലർ റീജിയനിലാണ് വെക്കാൻ പോകുന്നത്. 1-1-1 എന്ന് പറയണം.
സൂപ്രാ ക്ലാവിക്കുലർ കഴിഞ്ഞതിന് ശേഷം ഇൻഫ്രാ ക്ലാവിക്കുലർ. അടുത്തത് മാമറി. ഇൻഫ്രാ മാമറി. നമ്മൾ ഈ മാമറി റീജിയനിൽ ചെയ്തതിൽ ലെഫ്റ്റ് മാമറിയും റെഡ്യൂസ്ഡ് ആയിരിക്കും വോക്കൽ എക്സ്ട്രിമിറ്റീസ് കിട്ടുക, കാരണം കാർഡിയക് ഡൾനെസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇൻഫ്രാ മാമറിയും കാർഡിയക് ഡൾനെസ് കാരണം തന്നെ റെഡ്യൂസ്ഡ് ആയിരിക്കും വോക്കൽ എക്സ്ട്രിമിറ്റീസ്. പിന്നെ നമ്മുടെ റൈറ്റ് മാമറിയിൽ നമുക്ക് എന്താ ലൈക്ക് വോക്കൽ എക്സ്ട്രിമിറ്റീസ് വീണ്ടും റെഡ്യൂസ്ഡ് ആയിരിക്കും. അതിന് കാരണം നമ്മൾ ലിവറിൻ്റെ ബോർഡറിലാണ് എത്തിയത് ആ ടൈമിൽ. നെക്സ്റ്റ് നമ്മൾ ആക്സിലിയാണ് നോക്കാൻ പോകുന്നത്. ആക്സിലി നോക്കാൻ ആദ്യം നമ്മൾ പേഷ്യൻറ്റിനോട് കൈ പുറകിലിട്ട് തലേൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ പറയണം. അപ്പം തലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെക്കും. ആക്സിലറി റീജിയൻ ഇൻഫ്രാ ആക്സിലറി റീജിയനാണ്. അതിന് നമ്മൾ അൾനാർ ബോർഡറാണ് യൂസ് ചെയ്യുക. അൾനാർ ബോർഡർ വെച്ചിട്ട് ആക്സിലറി റീജിയനിൽ വെക്കുക. 1 എന്ന് പറയാം. എന്നിട്ട് അടുത്ത സൈഡ് വെച്ച് കമ്പയർ ചെയ്യുക. ഇൻഫ്രാ ആക്സിലറി നോർമലാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പറാസ്കാപ്പുലർ, ഇൻഫ്രാസ്കാപ്പുലർ, ഇൻ്റർസ്കാപ്പുലർ റീജിയൻസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ പേഷ്യൻറ്റിനോട് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. കൈ ഷോൾഡേഴ്സിന് മുകളിൽ ഓപ്പോസിറ്റ് കൈകൾ ഇങ്ങനെ വെക്കാൻ പറയണം. അപ്പോൾ കൈകൾ ഇങ്ങനെ വെച്ച് ഓപ്പോസിറ്റ് ആയിട്ട് എന്നിട്ട് ഇത്തിരി മുന്നോട്ട് ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടും. ആ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കാപ്പുലർ ഷോൾഡർ ബ്ലേഡ് ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ 1 എന്ന് പറഞ്ഞേ നല്ല പറയാം. അപ്പം നോർമലാണ്. നമ്മൾ സൗണ്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണം. ഈ സൈഡിലുള്ളത് അത് മറ്റേ സൈഡിലുള്ളതായിട്ട് നോർമലാണെന്ന്. ഇപ്പോൾ ഈ വോക്കൽ എക്സ്ട്രിമിറ്റീസ് നമുക്ക് കൂടും കുറയും ചെയ്യും. അപ്പോൾ കൂടുന്ന കേസസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്യൂമറോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടും. കുറയുന്ന കേസ് പ്ലൂറൽ എഫിഷ്യൻ്റെ കേസിൽ കുറയും, കാരണം വാട്ടറാണുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പെർക്കഷൻസ് ആണ്. അപ്പോൾ പെർക്കഷൻസ് നോക്കാൻ പോകുന്ന റീജിയൻസ് സൂപ്രാ ക്ലാവിക്കുലർ, ക്ലാവിക്കുലർ, ഇൻഫ്രാ ക്ലാവിക്കുലർ, മാമറി, ഇൻഫ്രാ മാമറി, ആക്സിലറി, ഇൻഫ്രാ ആക്സിലറി, പിന്നെ നേരത്തെ പറഞ്ഞ ബാക്കിലുള്ള റീജിയൻസ് സൂപ്രാ സ്കാപ്പുലർ, ഇൻഫ്രാ സ്കാപ്പുലർ, ഇൻ്റർ സ്കാപ്പുലർ. അപ്പോൾ ആദ്യം നമ്മൾ പെർക്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സറും ഫ്ലെക്സിങ് ന്യൂട്രും ഉണ്ട്. അപ്പോൾ ഫ്ലെക്സർ എന്ന് പറയുന്നത് നമ്മൾ വൃസ്റ്റായിട്ട് തട്ടുന്നതാണ് ഫ്ലെക്സർ, മറ്റേത് പാരലായിട്ട് വെക്കുന്നതാണ് ഫ്ലെക്സിങ് ന്യൂട്ര. അപ്പം ആദ്യം സൂപ്രാ ക്ലാവിക്കുലർ വെച്ചു. കൈ മൊത്തമായിട്ട് റെസ്റ്റ് ചെയ്യാൻ നോക്കുക, പക്ഷേ ഫുൾ ഫോഴ്സ് കൊടുക്കരുത്. എന്നിട്ട് ഇതിൻ്റെ വൃസ്റ്റ് വെച്ചിട്ട് മാത്രം, ഫ്ലെക്സറിൻ്റെ വൃസ്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. റെസൊണൻറ്റ് സൗണ്ടാണ് കേൾക്കുന്നത്. റെസൊണൻ്റ് ആണ്. നമ്മൾ ഈ സൈഡും ആ സൈഡും വെച്ച് കമ്പയർ ചെയ്യണം. അല്ലാതെ സൂപ്രാ ക്ലാവിക്കുലർ, ഇൻഫ്രാ ക്ലാവിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം വെച്ച് പോകരുത്. ഇനി ക്ലാവിക്കുലർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മീഡിയൽ 1/3 ലാറ്ററൽ 2/3 മിഡ് പോയിന്റിൽ വേണം ചെയ്യാൻ. അടുത്തൊരു ഇൻഫ്രാ ക്ലാവിക്കുലറിൽ മാമറി, അതൊരു ഇൻഫ്രാ മാമറി. അപ്പോൾ ഇവിടെ ഫീൽ ചെയ്യാം നമുക്ക് ലെഫ്റ്റ് മാമറിയും ഇൻഫ്രാ മാമറിയും റൈറ്റ് ഇൻഫ്രാ മാമറിയും നമുക്ക് റെഡ്യൂസ് ചെയ്തിരുന്ന് കിട്ടിയത്. കാരണം നേരത്തെ പറഞ്ഞ കാർഡിയക് ഡൾനെസ് ഈ ലെഫ്റ്റ് സൈഡിലുണ്ട്, പിന്നെ റൈറ്റ് സൈഡിലാകുമ്പോൾ ലിവറിൻ്റെ പൊസിഷൻ അവിടെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിലറി, ഇൻഫ്രാ ആക്സിലറി റീജിയൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ പേഷ്യൻറ്റിനോട് പറഞ്ഞ പോലെ കൈ മുകളിൽ വെട്ടണം. കൈ ഒന്ന് മുകളിൽ തലയുടെ ബാക്കിൽ വെച്ച് അവിടെ ഇൻഫ്രാ ആക്സിലറി റീജിയൻ ആദ്യം നോക്കാം. ഇതിന് നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്രാ സ്കാപ്പുലർ, ഇൻഫ്രാ സ്കാപ്പുലർ, ഇൻ്റർ സ്കാപ്പുലർ റീജിയൻസിൻ്റെ പെർക്കഷൻസ് ആണ്. അപ്പം അതിന് പേഷ്യൻറ്റിനോട് ഷോൾഡറിൻ്റെ ഓപ്പോസിറ്റ് കൈ വെക്കാൻ പറയണം. ഇങ്ങനെ ഷോൾഡറിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് കൈ വെച്ച് എന്നിട്ടൊന്ന് മുന്നോട്ട് ചാഞ്ഞ് നിൽക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടും. റെസൊണൻ്റ് ആണ്. വോക്കൽ റെസൊണൻസ് ആണ്. അപ്പോൾ വോക്കൽ റെസൊണൻസ് നോക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീജിയൻസ് സൂപ്രാ ക്ലാവിക്കുലർ, ഇൻഫ്രാ ക്ലാവിക്കുലർ, മാമറി, ഇൻഫ്രാ മാമറി, പിന്നെ ബാക്കിൽ പറഞ്ഞ 3 റീജിയൻസ്. ആ റീജിയൻസ് അപ്പം സൈഡിൽ കൈയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. സൂപ്രാ ക്ലാവിക്കുലർ, ഇൻഫ്രാ ക്ലാവിക്കുലറിന്.
1 1 1 എന്ന് പറയണേ. 1 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 നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആക്സിലറി ആൻഡ് ഇൻഫ്രാ ആക്സിലറി റീജിയൻസ് ആണ്. അപ്പോൾ അതിന് കൈ തലേൻ്റെ മുകളിൽ ഒന്ന് വെക്കണം. സുപ്രാസ്കാപ്പുലർ, ഇൻഫ്രാസ്കാപ്പുലർ, ഇന്റർസ്കാപ്പുലർ റീജിയൻസ് ആണ്. 1 1 1 എന്ന് പറയണേ. ഓസ്കൾട്ടേഷൻ നോക്കിയാൽ വെസിക്കുലർ സൗണ്ടിൻ്റെയും ബ്രോങ്കിൾ സൗണ്ട്സിൻ്റെയും ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ വെസിക്കുലർ സൗണ്ട് എന്ന് പറയുമ്പം അതിലൊരു ഡിസ്റ്റൻറ്റ് പോസ് ഉണ്ട് നമ്മുടെ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിൽ. മറ്റേ ബ്രോങ്കിൾ സൗണ്ടിൽ ഹാർഷ് ഹൈ ഫ്രീക്വൻസീസ് ആയിരിക്കും. പിന്നെ അതിലൊരു പോസ് ഉണ്ട്, അതിൽ എക്സ്പിറേറ്ററി ഫീസ് ഇസ് ഗ്രേറ്റർ ദാൻ ഇൻസ്പിറേറ്ററി ഫീസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിൽ പേഷ്യൻ്റ് ഈസ് അപ്പിയർ ടു ബി നോർമൽ, എല്ലാവരും നോർമലായിട്ടാണ് കാണുന്നത്.